പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിലകൊള്ളുന്ന മാസം ഇമാമുന ശാഫഈ തങ്ങളെ ഓർക്കുന്ന ദിവസമാണ്. ആരാണ് ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു എന്നറിയുമോ? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ മലഅത തിബാഖൽ അർളി ഇൽമൻ വഹിക്മതൻ കഅംബാഇ മൗലാന നബി മുഹമ്മദി. ശാഫഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയത് മുഴുവനും എവിടെ നിന്നാണ്? ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മദീനയിൽ പഠിക്കുമ്പോൾ കിട്ടിയ പൊരുത്തമാണ്, ദാനങ്ങളാണ്, സമ്മാനമാണ്. ഇമാമുദ്ദുനിയാ വ ഇമാമുൽ അഇമ്മ വ ഫഖീഹുൽ ഫുഖഹാ വ ഇമാമുൽ മുജ്തഹിദീൻ അൽ ജാമിഉ ബൈന സുന്നത്തിൻ നബവിയ്യ വൽ ആസാരിൻ നബവിയ്യത്തു ശരീഫാ. മഹാനായ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു, ശാഫഈ ഇമാമിനെ ഓർക്കുന്ന സമയമാണ് റജബ് 29. ഇമാമുൽ അഇമ്മ, ലോകത്ത് വർണ്ണനയ്ക്ക് വിധേയം പറഞ്ഞാൽ മാ റഫഅ അഹദുൻ ഖലമൻ ഇല്ലാ വലഹു ദിമ്മത്തുൽ ലിൽ ഇമാം ശാഫഈ. ലോകത്ത് പേന എടുത്തവർക്ക് മുഴുവനും ഇമാമുന ശാഫഈ തങ്ങളോട് കടപ്പാടുണ്ട്. ലോകത്തുള്ള എല്ലാ രചനകൾക്കും ഹനഫികളാകട്ടെ, മാലിക്കികളാകട്ടെ, ഹംബലികളാകട്ടെ, 4 മദ്ഹബിൽ നിന്നും പിൽക്കാലത്ത് രചന നടത്തിയ മുഴുവൻ ആളുകൾക്കും ഇമാമുന ശാഫഈ തങ്ങൾ അർ-റിസാലയോട് കടപ്പാടുണ്ട്. അർ-റിസാല എന്ന ഗ്രന്ഥം ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ രചനയാണ്. ലോകത്തുള്ള മുഴുവൻ രചനകൾക്കും, ദീനിന്റെയും ഇജ്തിഹാദിന്റെയും മുഴുവൻ രചനകൾക്കും അതിനോട് കടപ്പാടുണ്ട്. വിശദീകരണങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിനും എല്ലാ സമ്മാനങ്ങളുടെയും സ്രോതസ്സാരാണ്? അതേ ഹബീബുനാ വ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഖാജാ മുഈനുദ്ദീൻ തങ്ങൾ മദീനയിൽ എത്തി. മദീനയിൽ താമസിക്കുമ്പോൾ മദീനയെ അനുഭവിക്കുന്നവരാണ് സ്വാലിഹീങ്ങൾ, മദീനത്തെ പോണവരല്ല. ചില ആളുകൾ ചോദിക്കും, ഹജ്ജിന് പോകുമ്പോ എന്തിനാ മദീനത്ത് പോണത്? മദീനത്ത് ഹജ്ജില്ലല്ലോ എന്ന്. അങ്ങനെ ചോദിക്കണം, നീ മദീനത്ത് പോണ്ട. ആർക്കും പരാതിയില്ല. അങ്ങനെ ചോദിക്കണം, നീ മദീനത്ത് പോണ്ട, പരാതിയില്ല. മദീനത്ത് എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടിന്റെ പേരല്ല മദീന. ചോദ്യങ്ങളില്ലാതെ എത്തിച്ചേരേണ്ട അനുരാഗത്തിന്റെ തലസ്ഥാനമാണ് മദീന. എന്തിനെന്ന് ചോദിക്കേണ്ട സ്ഥലമല്ല. എല്ലാത്തിന്റെയും സ്രോതസ്സിലേക്ക്, എല്ലാ അനുഗ്രഹത്തിന്റെയും തലസ്ഥാനത്തേക്ക് എന്തിനു പോണമെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടല്ല മദീന. മനസ്സുകൊണ്ട് യാദൃച്ഛികമായി അല്ല, അറിയാതെ എത്തിച്ചേരുന്ന സ്ഥലമാണ്. ഇന്നിൽ തിയാരി ഹസ്വബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗദതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. എനിക്കോ അവിടെ എത്താനാവുന്നില്ല. ഇളം കാറ്റേ എന്റെ സലാമെങ്കിലും മദീനയിലെത്തിക്കണം. എനിക്കവിടെ എത്താൻ അവസരം കിട്ടിയില്ല. ഇളം കാറ്റേ എന്റെ സലാമെങ്കിലും മദീനയിലെത്തിക്കണമെന്ന് പറഞ്ഞുപോയ മഹാന്മാരാണ് സ്വാലിഹീങ്ങളെങ്കിൽ മദീന എന്തിനു പോണമെന്ന് ചോദിച്ചിട്ട് പോകേണ്ട നാടല്ല. ഒരു വിശ്വാസി എത്തിച്ചേരുന്ന സ്ഥലമാണ്. അൽ ഈമാനു യരിദു ഇലൽ മദീന. ഈമാൻ എത്തിച്ചേരുന്ന നാടാണ് മദീന. ഈമാനിന് എന്തിനങ്ങോട്ട് പോണമെന്ന് ചോദിക്കാനില്ല. വിശദാംശങ്ങളിലേക്ക് ഞാൻ വരണില്ല. അങ്ങനെ എത്തിച്ചേരേണ്ട തലസ്ഥാനമാണ് മദീന. ആ മദീനയിൽ ചെല്ലുമ്പോൾ പള്ളി മാത്രം കണ്ടുവരുന്നവരുണ്ടാകും. അവർക്കറിയില്ല ആ പള്ളിയുടെ പേരെന്താണെന്ന്.
മദീനയിൽ എന്തിനാണ് പോണത്? മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കാൻ. എന്താണ് ആ പള്ളിയുടെ പേര്? മുത്തുനബിയുടെ പള്ളിയെന്ന്. സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയുടെ വിശേഷം എന്താണ്? അത് മുത്തുനബിയുടെ പള്ളി എന്ന വിശേഷമാണ്. മുത്തുനബിയുടെ പള്ളിയിലേക്ക്. അപ്പൊ പള്ളി നിസ്കരിക്കാൻ മാത്രം പോവാ, സിയാറത്ത് വേണ്ട. എടോ, ആ പള്ളിക്ക് പേര് തന്നെ മുത്തുനബിന്റെ പള്ളി എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തുടങ്ങുമ്പോഴേ ആ പള്ളിക്ക് എത്തുന്നുള്ളൂ.